നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ഷിക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഗൾഫ് വ്യോമമേഖല സാധാരണ നിലയിലേക്ക് സർവീസുകൾ പുനരാരംഭിച്ച് എമിറേറ്റ്സും ഖത്തർ എയർവേസും. ആധുനികതയുടെ ചരിത്രകാരൻ ഡോക്ടർ കെ.എൻ. പണിക്കർ വിടവാങ്ങി. IT രംഗത്ത് കുതിച്ചുയരാൻ കൊട്ടാരക്കര അത്യാധുനിക IT പാർക്കിന് കല്ലിട്ടു. സൈബർ ആക്രമണം നടത്തിയവർ മഹാനടനെ മനസ്സിലാക്കാത്തവർ. മമ്മൂട്ടിയോട് പരസ്യമായി മാപ്പ് ചോദിച്ച് മുഖ്യമന്ത്രി. കേര പദ്ധതി കർഷകർക്ക് 1 കോടി രൂപ ധനസഹായം വിതരണം ചെയ്തു. സ്ക്രീനിംഗ് കമ്മിറ്റിയൊക്കെ അവിടെ നടക്കട്ടെ. കണ്ണൂരിൽ മത്സരിക്കുമെന്ന് കെ സുധാകരൻ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചു. പൊങ്കാലയ്ക്കിടെ പൊള്ളലേറ്റു ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. സംഭവം ചരിത്രത്തിലാദ്യം. സഞ്ജു മലയാളികളുടെ അഭിമാനം. തിരുവനന്തപുരത്ത് സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകും മന്ത്രി വി ശിവൻകുട്ടി. സ്വപ്ന സാക്ഷാത്കാരം. മാനാഞ്ചിറ വെള്ളിമാടംകുന്ന് റോഡിന്റെ ആദ്യ റീച്ച് നാടിന് സമർപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ചരിത്രകാരൻ ഡോക്ടർ കെ.എൻ. പണിക്കർ വിടവാങ്ങി. ആധുനിക ഇന്ത്യയുടെ ചരിത്രകാരന്മാരിൽ പ്രമുഖനായ ഡോക്ടർ കെ.എൻ. പണിക്കർ 90 അന്തരിച്ചു. തിരുവനന്തപുരം SUT ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇന്ത്യൻ മതനിരപേക്ഷതയുടെ കാവലാളായാണ് ചരിത്രം കെ.എൻ. പണിക്കരെ അടയാളപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ 90ാം ജന്മദിനം കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ സമുചിതമായി ആഘോഷിക്കാനിരിക്കെയാണ് വിടവാങ്ങൽ. ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കടന്നു വരവിനെയും അതിൻ്റെ പ്രത്യയശാസ്ത്ര മേൽക്കോയ്മക്കായുള്ള നീക്കങ്ങളെയും വസ്തുനിഷ്ഠ ചരിത്ര രചനയുടെ ചെറുത്ത ഡോക്ടർ കെ.എൻ. പണിക്കർക്ക് ഇതിൻ്റെ പേരിൽ വർഗീയ ശക്തികളിൽ നിന്ന് ആക്രമണങ്ങളും ഭീഷണികളും നേരിടേണ്ടി വന്നു. ചരിത്രകാരൻ, ദൈക്ഷണികൻ, മതനിരപേക്ഷതയുടെ കാവൽക്കാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നീ നിലകളിൽ കെ.എൻ. പണിക്കർ നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. ഡൽഹി JNUവിൽ ദീർഘകാലം അധ്യാപകനായിരുന്നു. സഹപാഠിയായിരുന്ന രാജസ്ഥാൻ സ്വദേശിനി അന്തരിച്ച ഉഷ ഭാർഗവയാണ് ഭാര്യ. മക്കൾ രാഗിണി, ശാലിനി. മരുമക്കൾ പീതാംബർ, RV രാമൻ. IT രംഗത്ത് കുതിച്ചുയരാൻ കൊട്ടാരക്കര അത്യാധുനിക IT പാർക്കിന് കല്ലിട്ടു. IT ഭൂപടത്തിൽ സ്വന്തം ഇടം ഉറപ്പിക്കാനൊരുങ്ങി കൊട്ടാരക്കര KIP രവി നഗറിൽ സ്ഥാപിക്കുന്ന അത്യാധുനിക IT പാർക്കിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. IT ഹബ്ബുകളുടെ വികേന്ദ്രീകരണമാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൊട്ടാരക്കരയുടെയും പരിസര പ്രദേശങ്ങളുടെയും സാമ്പത്തിക മുന്നേറ്റത്തിന് കാര്യമായ സംഭാവന നൽകുന്ന ഒന്നാകും IT പാർക്ക്. അതോടൊപ്പം കേരളത്തിൻ്റെ ആകെ IT ഉൽപ്പാദന രംഗത്ത് സമഗ്ര സംഭാവന നൽകാനും കഴിയുമെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പുലമൺ മാർത്തോമ ജൂബിലി മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ ധനമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനായി. കൊട്ടാരക്കരയെ IT ഹബ്ബാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി ഇതിനോടകം തന്നെ സോഹോ IT റെസിഡൻഷ്യൽ ക്യാമ്പസ്, IT വർക്ക് നിയർ ഹോം, മിനി IT പാർക്കുകൾ എന്നിവ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ IT പാർക്ക് വരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കുതിച്ചുയരുന്ന കേരളം എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി 80 കോടി രൂപ ചെലവിൽ കിഫ്ബി മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 8 നിലയിലായി 1,47,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് IT പാർക്ക് നിർമ്മിക്കുന്നത്. 1200-ലധികം പേർക്ക് തൊഴിലെടുക്കാൻ കഴിയുന്ന സൗകര്യങ്ങളാണ് IT പാർക്കിൽ ഉണ്ടാകുക. സ്റ്റീൽ സ്ട്രക്ചറുകളിൽ ഭിത്തിയുമായി EPS പാനൽ ഉപയോഗിക്കുന്ന രീതിയിലാണ് നിർമ്മാണം. ഇതിലൂടെ കെട്ടിടത്തിനുള്ളിലെ ചൂട് നിയന്ത്രിക്കാനും വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും കഴിയും. 2 നില വാഹന പാർക്കിങ്ങിനായി നീക്കിവയ്ക്കും. 120 വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യമാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കുക. 6 ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് യൂണിറ്റുകൾ ഉണ്ടാകും. ഭാവിയിലെ വികസന സാധ്യതകളെ കണ്ടുകൊണ്ടുള്ള എല്ലാ അനുബന്ധ സൗകര്യങ്ങളും ക്യാമ്പസിനുള്ളിൽ ഉണ്ടാകും. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പ്രവർത്തനം തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. IT പാർക്ക് നിർദ്ദിഷ്ട വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വ്യാവസായിക സാമ്പത്തിക വളർച്ച മുനമ്പിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കും. 1 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് 500 പേർക്ക് IT അനുബന്ധ മേഖലയിൽ മികച്ച തൊഴിൽ ഉറപ്പാക്കുന്നതാണ് IT പാർക്ക്. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വ്യാവസായിക സാമ്പത്തിക വളർച്ച മുനമ്പിൻ്റെ മുന്നേറ്റ കേന്ദ്രമായി കൊട്ടാരക്കരയും സമീപ പ്രദേശങ്ങളും മാറും. കൊട്ടാരക്കര മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാകുന്ന IT അനുബന്ധ മേഖല പാർക്കുകളും വളർച്ചാ മുനമ്പിന് കരുത്തേകും. സൈബർ ആക്രമണം നടത്തിയവർ, മഹാനടനെ മനസ്സിലാക്കാത്തവർ. മമ്മൂട്ടിയോട് പരസ്യമായി മാപ്പ് ചോദിച്ച് മുഖ്യമന്ത്രി.
വയനാട് ടൗൺഷിപ്പ് സന്ദർശനം വഴി നടന്ന സംഭവത്തിൽ നടൻ മമ്മൂട്ടിയോട് പരസ്യമായി ക്ഷമാപണം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തോട് പരസ്യമായി ക്ഷമ ചോദിക്കുകയാണെന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രി ബഹുനില മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ മാധ്യമത്തിൽ മമ്മൂട്ടി വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടത് ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥയാണെന്നും മമ്മൂട്ടി എന്ന മഹാനടനെ CPMൻ്റെ സോഷ്യൽ മീഡിയ പോരാളികൾക്ക് അറിയില്ലെന്നുള്ളത് ദൗർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മുണ്ടക്കൈ ചുരൽമല ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ തൻ്റെയൊപ്പം നടന്ന CPM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖിനോട് നിങ്ങൾ എപ്പോഴും എൻ്റെയൊപ്പം നടന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് തെറ്റിദ്ധരിക്കില്ലേ എന്ന് മമ്മൂട്ടി ചോദിച്ചിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ രാത്രിയോടെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. ഇതോടെ മമ്മൂട്ടിക്കെതിരായ രൂക്ഷമായ സൈബർ ആക്രമണം നടന്നു. മമ്മൂട്ടി തന്നോട് നീരസം പ്രകടിപ്പിച്ച സംഭവം അപമാനിച്ചതായി വ്യാഖ്യാനിച്ചുള്ള വിവാദത്തിൽ K. റഫീഖ് പിന്നീട് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു. മമ്മൂട്ടി ടൗൺഷിപ്പിലെത്തിയത് പോസിറ്റീവായി മാത്രം ചർച്ച ചെയ്യപ്പെട്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. വിശദീകരണക്കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു. മമ്മൂട്ടി തന്നെ നേരിൽ വിളിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയതായും വിവാദങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണമെന്നും റഫീഖിൻ്റെ കുറിപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു. അപമാനിക്കാൻ ഉദ്ദേശിച്ചായിരുന്നില്ല തൻ്റെ വാക്കുകളെന്ന് മമ്മൂട്ടി റഫീഖിനോട് ഫോണിൽ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിരുന്നു. സ്വകാര്യമായി പറഞ്ഞ കാര്യമാണ്, അത് എത്രയും വലിയ വിവാദമാവുമെന്ന് കരുതില്ലെന്നും മമ്മൂട്ടി റഫീഖിനോട് പറഞ്ഞു. പശ്ചിമേഷ്യ സംഘർഷാവസ്ഥയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന വിമാന സർവീസുകൾ ഗൾഫ് രാജ്യങ്ങൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുന്നു. പ്രമുഖ വിമാന കമ്പനികളായ എമിറേറ്റ്സ്, എത്തിഹാദ്, ഖത്തർ എയർവേസ് എന്നിവ വിവിധ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ പുനഃക്രമീകരിച്ചു തുടങ്ങി. വ്യോമ മേഖലയിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയ ശേഷമാണ് നടപടി. കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിൽ ഉണ്ടായ യുദ്ധസമാനമായ സാഹചര്യത്തിനെ തുടർന്ന് പല വിമാനങ്ങളും വഴിതിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ ചെയ്തിരുന്നു. ഇത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് യാത്രക്കാരെ, പ്രത്യേകിച്ച് പ്രവാസികളെ വലിയ രീതിയിൽ ബാധിച്ചു. എന്നാൽ ഇപ്പോൾ പ്രധാന റൂട്ടുകളിൽ വിമാനങ്ങൾ സർവീസ് നടത്തി തുടങ്ങിയിട്ടുണ്ട്. യാത്രക്കാർക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. യാത്രക്കാരുടെ സുരക്ഷയാണ് പ്രഥമ പരിഗണനയെന്നും അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ സർവീസുകൾ പൂർണ്ണമായി പഴയ നിലയിലേക്കാകൂ എന്നും വിമാന കമ്പനികൾ അറിയിച്ചു. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് വ്യോമപാതയിലെ നിയന്ത്രണങ്ങൾ ഇപ്പോഴും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. വിമാന സമയം മാറ്റാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുൻപ് അതത് കമ്പനികളുടെ വെബ്സൈറ്റുകൾ പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ്, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ്, ജില്ലാ സങ്കൽപ് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമൺ എന്നിവയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഷബ്ന ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബോബി എണച്ചേരിയിൽ അധ്യക്ഷയായി. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച സ്ത്രീകളെ പരിപാടിയിൽ ആദരിച്ചു. സൈബർ സുരക്ഷയും സ്ത്രീകളും എന്ന വിഷയത്തിൽ സിവിൽ പോലീസ് ഓഫീസർ PK ഡിജിൻ രാജ്, സ്ത്രീ സുരക്ഷാ നിയമങ്ങളും സംവിധാനങ്ങളും എന്ന വിഷയത്തിൽ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ P. സുലജ എന്നിവർ ക്ലാസ് എടുത്തു. തുടർന്ന് കാരാട്ടെ ദേശീയ അന്തർദേശീയ സ്വർണ്ണ മെഡൽ ജേതാവ് ഹരിത മനോഹരൻ സ്വയം രക്ഷാ പ്രതിരോധ ക്ലാസ് നയിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ഡീന ഭരതൻ, ജില്ലാ അസിസ്റ്റന്റ് ട്രഷറി ഓഫീസർ KP ലത, ജില്ലാ പ്രോഗ്രാം ഓഫീസർ CA ബിന്ദു, ജില്ലാ സങ്കൽപ് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമൺ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആര്യ സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. സ്ക്രീനിംഗ് കമ്മിറ്റിയൊക്കെ അവിടെ നിൽക്കട്ടെ, കണ്ണൂരിൽ മത്സരിക്കുമെന്ന് K. സുധാകരൻ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നും മത്സരിക്കുമെന്ന് K. സുധാകരൻ. നാളെ കണ്ണൂരിൽ സ്ക്രീനിംഗ് കമ്മിറ്റി നടക്കാനിരിക്കെയാണ് സുധാകരൻ മത്സരിക്കുമെന്ന് ഇന്ന് പ്രഖ്യാപിച്ചത്. സ്ക്രീനിംഗ് കമ്മിറ്റി അവിടെ നടക്കട്ടെ എന്നും കണ്ണൂരിൽ താൻ മത്സരിക്കുമെന്നും സുധാകരൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂരിലെ സീറ്റ് മോഹിച്ച് നിരവധി സ്ഥാനാർത്ഥികളാണുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്തടുത്തായി കോൺഗ്രസിൽ പലയിടങ്ങളിലും പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു. പല മണ്ഡലങ്ങളിലും നേതാക്കന്മാർ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. സിറ്റിൻ സീറ്റുകൾക്ക് വേണ്ടി കോൺഗ്രസിനുള്ളിൽ തന്നെ കലഹങ്ങൾ ആരംഭിച്ചുവെന്നാണ് സൂചനകൾ. കണ്ണൂരിലെ കോൺഗ്രസ് സീറ്റുകൾക്കായി ഇതിനോടകം തന്നെ വടംവലി ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം കേരളം ഇളക്കിമറിക്കുമെന്നും കോൺഗ്രസിലേക്ക്
മറ്റ് പാർട്ടി നേതാക്കളുടെയും അണികളുടെയും കുത്തൊഴുക്കുണ്ടാകുമെന്നും പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയ ജാഥയിൽ തെളിഞ്ഞത് കോൺഗ്രസിലെ വിയോജിപ്പുകളുടെ വിസ്മയം മാത്രം. പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ മുഴുങ്ങിയ വ്യക്തിഗത കിജി വിളികളും ഒറ്റയ്ക്കുള്ള നൃത്തം വേണ്ടെന്ന് രാഹുൽ ഗാന്ധി തന്നെ നൽകിയ മുന്നറിയിപ്പും കോൺഗ്രസിന്റെ പച്ചയായ ചിത്രമാണ് വ്യക്തമാക്കിയത്. പൊങ്കാലയ്ക്കിടെ പൊള്ളലേറ്റു, ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പൊങ്കാലയിടുന്നതിനിടെ പൊള്ളലേറ്റു ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി ജിഷ 38 മരിച്ചത്. തിരുവനന്തപുരത്ത് വെച്ച് പൊങ്കാല അർപ്പിക്കുന്നതിനിടെയാണ് വിജിഷയ്ക്ക് പൊള്ളലേറ്റത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് മരണം. ആറ്റുകാൽ പൊങ്കാലയ്ക്കിടെ വിവിധയിടങ്ങളിൽ തീ പടർന്ന് 20ഓളം പേർക്ക് പൊള്ളലേറ്റിരുന്നു. പൊങ്കാല അടുപ്പുകളിൽ നിന്നും കാറ്റിലൂടെ തീപ്പൊരി പടർന്നതും അടുത്തടുത്ത് അടുപ്പ് കൂട്ടിയതുമാണ് പലയിടങ്ങളിലും അപകടത്തിൽ കാരണമായത്. പൊങ്കാലയിലൂടെ ചരിത്രത്തിൽ ആദ്യമായാണ് പൊങ്കാലയിടുന്നവർക്ക് പൊള്ളലേൽക്കുന്നത്. BJP ഭരിക്കുന്ന കോർപ്പറേഷൻ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് ഇതിന് കാരണമെന്ന് ആരോപണം ഉയർന്നു കഴിഞ്ഞു. പൊങ്കാല ദിവസത്തെ മാലിന്യം അന്ന് രാത്രി തന്നെ സാധാരണ ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് മാറ്റുകയുണ്ടായി. ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടും പല സ്ഥലങ്ങളിലും മാലിന്യം കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇന്നലെ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരാണ് മാലിന്യം നീക്കിയത്. റൂട്ട്സെറ്റിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം പ്രേരണ 2026. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാനറ ബാങ്ക് കണ്ണൂർ റീജിയണൽ ഓഫീസറുടെ സഹകരണത്തോടെ പ്രേരണ 2026 എന്ന പേരിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ഉദ്ഘാടനം റൂട്ട്സെറ്റ് ഡയറക്ടർ ദീപക് കൃഷ്ണന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ ശങ്കരാചാര്യ സർവകലാശാല സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി ഡോക്ടർ അനിത നിർവഹിച്ചു. കാനറ ബാങ്ക് റീജിയണൽ ഓഫീസ് ഡിവിഷൻ മാനേജർ ഗംഗാധരയ്യ മുഖ്യ അതിഥിയായി. കാനറ ബാങ്ക് റീജിയണൽ ഓഫീസ് FI സെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സരിൻ സതീശൻ, കണ്ണൂർ ക്രൈം പോലീസ് SI സന്തോഷ് EP, കാഞ്ഞിരങ്ങാട് വാർഡ് മെമ്പർ ലിച്ച, റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംരംഭക സംഘടന RTA പ്രസിഡന്റ് VCN ബാബു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ റൂട്ട്സെറ്റിൽ നിന്നും പഠിച്ചിറങ്ങി വിജയകരമായി സംരംഭം നടത്തുന്ന 5 വനിതാ സംരംഭകരെയും പരിയാരം, കൊളച്ചേരി എന്നീ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന പ്രതികളെയും റൂട്ട്സെറ്റ് സീനിയർ ഫാക്കൽറ്റി റോഷ്നി C എന്നിവരെയും ആദരിച്ചു. ചടങ്ങിൽ റൂട്ട്സെറ്റ് ഫാക്കൽറ്റി അഭിലാഷൻ സ്വാഗതവും റോഷ്നി C നന്ദിയും പറഞ്ഞു. തുടർന്ന് സന്തോഷ് EVയുടെ നേതൃത്വത്തിൽ സൈബർ ബോധവൽക്കരണ ക്ലാസും വനിതകളും സ്വയരക്ഷയും എന്ന വിഷയത്തിൽ KV മനോഹരന്റെ നേതൃത്വത്തിൽ കരാട്ടെ പരിശീലനവും നടന്നു. പരിപാടിയോടനുബന്ധിച്ച് റൂട്ട്സെറ്റ് വനിതാ സംരംഭങ്ങളുടെ ഉൽപ്പന്ന കരകൗശല പ്രദർശനങ്ങൾ, ഫോട്ടോഗ്രാഫി എന്നിവയുടെ പ്രദർശനം വിപണനവും സംഘടിപ്പിച്ചു. ആന്തൂരിൽ ഒരുങ്ങുന്നു ഷീ ടർഫ്. ആന്തൂർ നഗരസഭ നിർമ്മിക്കുന്ന ഷീ ടർഫിന്റെ പ്രവൃത്തി ഉദ്ഘാടനം MV ഗോവിന്ദൻ മാസ്റ്റർ MLA നിർവഹിച്ചു. ആന്തൂർ നഗരസഭ ചെയർപേഴ്സൺ V സതീദേവി അധ്യക്ഷയായി. നഗരസഭ ആസ്ഥാന മന്ദിരത്തോടും മുനിസിപ്പൽ സ്റ്റേഡിയത്തോടും ചേർന്ന് 69 ലക്ഷം രൂപ ചെലവിലാണ് ടർഫ് നിർമ്മിക്കുന്നത്. സ്ത്രീകൾക്കായി കായിക വിനോദത്തിലൂന്നിയ ആരോഗ്യ സംരക്ഷണമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ വിനോദ് പച്ചേനി, സ്ഥിരസമിതി അധ്യക്ഷരായ ഓമന മുരളീധരൻ, KV പ്രേമരാജൻ, P ദീപ, KP മോഹനൻ, M ആമിന, അസിസ്റ്റന്റ് എഞ്ചിനീയർ T രൂപേഷ്, മുനിസിപ്പൽ സെക്രട്ടറി K മനോജ് കുമാർ, മുൻ നഗരസഭ അധ്യക്ഷരായ PK ശ്യാമള, P മുകുന്ദൻ എന്നിവർ പങ്കെടുത്തു. തലശ്ശേരിയിൽ രുചി വൈവിധ്യമൊരുക്കാൻ മത്സ്യഫെഡ് സീഫുഡ് റെസ്റ്റോറന്റ്. തലശ്ശേരി മഞ്ഞോടിയിലെ മത്സ്യഫെഡ് സീഫുഡ് റെസ്റ്റോറന്റ് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംഷീർ ഉദ്ഘാടനം ചെയ്തു. നല്ല ഭക്ഷണത്തിനായി എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കുന്നവരാണ് മലയാളികളെന്നും ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം നൽകി കഫേ വൻ വിജയമാക്കാൻ സാധിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കാര്യായി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. സുരക്ഷിത ഭക്ഷണം സുന്ദര ജീവിതം എന്ന ആശയത്തിന് ഊന്നൽ നൽകിയാണ് മത്സ്യഫെഡ് സീഫുഡ് റെസ്റ്റോറന്റ് ആരംഭിക്കുന്നത്. സംസ്ഥാനത്തെ രണ്ടാമത്തെയും ജില്ലയിലെ ആദ്യത്തെയും സീഫുഡ് റെസ്റ്റോറന്റാണിത്. വ്യത്യസ്തമായ മീൻ വിഭവങ്ങളാണ് സീഫുഡ് റെസ്റ്റോറന്റ് പ്രത്യേകത. മീൻകറിയും പൊരിച്ച മീനും ചെമ്മീൻ റോസ്റ്റും അടക്കമുള്ള കടൽ വിഭവങ്ങൾ ഇവിടെ ലഭ്യമാകും. തലശ്ശേരിയുടെ രുചി വൈവിധ്യം നിറയുന്നതാവും ഓരോ മീൻ വിഭവവും. ഊണും മീൻകറിയുമാണ് തുടക്കത്തിൽ ലഭ്യമാകുക. കപ്പ, പൊട്ട്, ചപ്പാത്തി, അപ്പം, പുഴുക്ക് എന്നിവ മത്സ്യവിഭവങ്ങൾക്കൊപ്പം പിന്നീട് തിന്മേശയിലെത്തും. നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിൽ 7 ലക്ഷം രൂപ വിനിയോഗിച്ച് 55 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് സീഫുഡ് കഫേ ആരംഭിച്ചത്. 5 മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട്. ആയിക്കര ഫിഷറീസ് കോംപ്ലക്സിലും മാപ്പിള ബേ ഫിഷറി
ഹാർബറുമായി ആരംഭിക്കുന്ന 2 സീ ഫുഡ് കഫ്റ്റേരിയയുടെ ആരംഭഘട്ട പ്രവർത്തനങ്ങൾ ഇതിനോടകം മത്സ്യഫെഡ് പൂർത്തീകരിച്ചിട്ടുണ്ട്. സഞ്ജു മലയാളികളുടെ അഭിമാനം. തിരുവനന്തപുരത്ത് സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകും മന്ത്രി ശിവൻകുട്ടി. 2020 ലോകകപ്പിലെ മികച്ച താരവും മലയാളികളുടെ അഭിമാനവുമായ സഞ്ജു സാംസണിനെ സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് ഔദ്യോഗിക സ്വീകരണം നൽകുമെന്ന് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു. നേരത്തെ സഞ്ജുവിനെ അഭിനന്ദനവുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും രംഗത്തെത്തിയിരുന്നു. ന്യൂസിലൻഡിനെതിരെയുള്ള ആവേശകരമായ ഫൈനലിൽ നേടിയ ഐതിഹാസിക വിജയം ഓരോ ഇന്ത്യക്കാരുടെയും ഹൃദയമിടിപ്പിനോളം ആഴമുള്ളതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോകകപ്പ് വിജയത്തിൽ മലയാളി താരം സഞ്ജു സാംസൺ കാഴ്ചവെച്ച ഗംഭീര പ്രകടനം ഓരോ മലയാളിയെയും സംബന്ധിച്ച് ആവേശകരമാണെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. ഫൈനലിലെ നിർണായക പ്രകടനത്തിലൂടെയും ടൂർണമെന്റിലുടനീളം പുലർത്തിയ ശ്രദ്ധയാർന്ന ബാറ്റിംഗിലൂടെയും ടീമിന്റെ നട്ടെല്ലായി മാറാൻ സഞ്ജുവിന് സാധിച്ചു. പ്രതിഭയും കഠിനാധ്വാനവും ഒത്തുചേർന്നാൽ ഏതു വലിയ ലക്ഷ്യവും കീഴടക്കാമെന്ന് സഞ്ജു ലോകത്തിന് കാണിച്ചു തന്നു. ലോക ചാമ്പ്യന്മാരായ ടീം ഇന്ത്യക്കും വിജയത്തിൽ നിർണായക പങ്കുവച്ച സഞ്ജുവിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരിടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വപ്ന സാക്ഷാത്കാരം. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന്റെ ആദരേജ് നാടിന് സമർപ്പിച്ചു. കോഴിക്കോടിനെ ന്യൂ കോഴിക്കോടാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന്റെ ആദരേജ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള ദീർഘകാല ആവശ്യമാണ് സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെയും ഇടപെടലിന്റെയും ഭാഗമായി പൂവണിഞ്ഞത്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന്റെ സിവിൽ സ്റ്റേഷൻ ഭാഗത്തു നിന്നുള്ള ദൃശ്യം കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ കോഴിക്കോട് നഗരപാത വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് 8.392 കിലോമീറ്റർ ദൂരത്തിൽ 24 മീറ്റർ വീതിയിൽ 4 വരിയായി വികസിപ്പിച്ചത്. മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് റോഡ് വരെയുള്ള 3.02 കിലോമീറ്റർ ദേശീയപാതയുമായി ബന്ധപ്പെട്ടതിനാൽ നിർമ്മാണ അനുമതി ഉണ്ടായിരുന്നില്ല. സംസ്ഥാന സർക്കാർ ഇടപെട്ടതിനെ തുടർന്ന് 2025 ഒക്ടോബറിലാണ് ദേശീയപാത അതോറിറ്റി അനുമതി നൽകിയത്. നിർമ്മാണം വൈകാതിരിക്കാൻ ആദ്യ റീച്ചിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനിയെ തന്നെയാണ് മലാപ്പറമ്പ് വെള്ളിമാടുകുന്ന് റീച്ചിനും തിരഞ്ഞെടുത്തത്. 50.49 കോടി രൂപയ്ക്ക് പ്രവൃത്തി ഏൽപ്പിച്ച് ഫെബ്രുവരി അവസാനമാണ് ഉത്തരവിട്ടത്. അതാണിപ്പോൾ ഉദ്ഘാടനത്തിലേക്ക് നീങ്ങുന്നത്. പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കലിനായി 344.5 കോടി രൂപയും നിർമ്മാണത്തിന് 137.4 കോടി രൂപയും അനുവദിച്ചിരുന്നു. മാനാഞ്ചിറ മലാപ്പറമ്പ് 5.32 കിലോമീറ്റർ EPC രീതിയിലാണ് നിർമ്മിച്ചത്. കേര പദ്ധതി കർഷകർക്ക് 1 കോടി രൂപ ധനസഹായം വിതരണം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനും ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും ശേഷിയുള്ള തൈകൾ ഉപയോഗിച്ച് പുനർനടിയിൽ നടത്തുന്നതിന് ധനസഹായവുമായി സംസ്ഥാന സർക്കാർ ലോക ബാങ്ക് സഹകരണത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി തോട്ടവിള കർഷകർക്ക് 1 കോടി രൂപയിലധികം കൈമാറി. റബ്ബർ ബോർഡ്, സ്പൈസസ് ബോർഡ്, കോഫി ബോർഡ് എന്നിവയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ആദ്യ ഘട്ടമായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 324 അപേക്ഷകർക്കായി 198.83 ഹെക്ടർ സ്ഥലത്തേക്ക് 1,09,10,332 രൂപയുടെ ധനസഹായമാണ് നൽകിയത്. റബ്ബർ ഏലം വിളകൾക്കാണ് ആദ്യഘട്ടത്തിൽ സഹായം അനുവദിച്ചത്. റബ്ബർ ഏലം കാപ്പി കർഷകർക്ക് യഥാക്രമം ഹെക്ടറിന് 75,000, 1,00,000, 1,10,000 രൂപ നിരക്കിൽ പരമാവധി 2 ഹെക്ടർ വരെയാണ് സഹായം. ജന്മനാട്ടിൽ സഞ്ജു എത്തി. ആർപ്പുവിളികളോടെ ആരാധകർ. 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ചരിത്രവിധിക്ക് ശേഷം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ കേരളത്തിലെത്തി. അഹമ്മദാബാദിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ അദ്ദേഹത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചു. CPM ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന A റഹീം MP ഒപ്പമുണ്ടായിരുന്നു. പ്രിയതാരത്തെ കാണാൻ നിരവധി ആരാധകരാണ് വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയത്. ആർപ്പുവിളികളോടെയാണ് സഞ്ജുവിനെ അവർ വരവേറ്റത്. തന്നെ പിന്തുണച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് സഞ്ജു പറഞ്ഞു. മലയാളികളുടെ അഭിമാനമായ സഞ്ജുവിന് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക സ്വീകരണം ഒരുക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി നേരത്തെ അറിയിച്ചിരുന്നു. തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും പരിപാടി. ലോകകപ്പ് ഫൈനലിൽ ന്യൂസിലൻഡിനെതിരായ മത്സരത്തിന് ഇന്ത്യയുടെ വിജയശില്പി സഞ്ജുവായിരുന്നു. തുടർച്ചയായി 3ാം കളിയിലും അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജു 46 പന്തിൽ 89 റൺസ് എടുത്തു. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ 8 സിക്സറും 5 ഫോറും അടിച്ച് കാണികളെ ത്രസിപ്പിച്ചാണ് ക്രീസ് വിട്ടത്. പരമ്പരയിലുടനീളം നടത്തിയ മിന്നുന്ന പ്രകടനത്തിൽ ലോകകപ്പിലെ താരമാവുകയും ചെയ്തു. ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.